എൻ ഗെയിമിന് ശേഷം നമ്മുടെ MCUവിൽ പടങ്ങളുടെയും സീരീസുകളുടെയൊക്കെ ഒരു ഘോഷയാത്രയായിരുന്നു. പക്ഷേ ആ എൻ ഗെയിമിന് ശേഷം എത്ര പടങ്ങളും സീരീസുകളാണ് ഇറങ്ങിയെന്ന് അത്യാവശ്യം മാർവലിനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് പോലും കണക്കെടുക്കാൻ പാടാ. അതും മാർവലിൻ്റെ ഫേസ് 4ഉം 5ഉം ഒക്കെ പറ്റ അബദ്ധമായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ മാർവലിൻ്റെ ഫേസ് 5ൽ ഇറങ്ങിയിട്ടുള്ള കുറച്ച് പടങ്ങളും സീരീസുകളും ഉണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണമെന്നും ആക്ച്വലി എവിടെയാണ് ഇതൊക്കെ പാളിപ്പോയെന്നൊക്കെ നമുക്ക് ഏതായാലും ഒന്ന് ഈ വീഡിയോയിൽ നോക്കിക്കളയാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയ. ആക്ച്വലി ഈ പടം ഫ്ലോപ്പാണെന്ന് ചോദിച്ചാൽ ഫ്ലോപ്പാണ്, പക്ഷെ പടം ഹിറ്റാണെന്ന് ചോദിച്ചാൽ അത് ഹിറ്റാണ്. പടം അറൗണ്ട് 600-700 മില്യൻ്റെ അടുത്ത് കളക്ട് ചെയ്തു. പക്ഷേ എന്നാലും അത് മാർവലിൻ്റെ ഒരു ബ്രാൻഡിങ് ഉള്ളതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. ക്രിട്ടിക്സ് വൈസ് ആയിട്ട് പടം നല്ലൊരു അട്ടർ ഫ്ലോപ്പായിരുന്നു. ഈ പടം ഇത്രയും വലിയൊരു ഫ്ലോപ്പ് ആവാൻ കാരണം തന്നെ ഈ പടത്തിൻ്റെ മെയിൻ വില്ലനായിട്ടുള്ള കാങ് ദ കോൺക്രറാണ്. ഓൾറെഡി ഈ പടം ഇറങ്ങുന്നതിന് 1 വർഷം 2 വർഷം മുമ്പെങ്ങാണ്ടായിരുന്നു കോമിക്കോണിൽ അവഞ്ചേഴ്സ് കാങ് ദ ഡൈനസ്റ്റിയും സീക്രട്ട് വാർസും ആണ് അടുത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്ന അവഞ്ചേഴ്സ് പടം എന്ന് നമ്മുടെ മാർവൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇനി അങ്ങോട്ട് കാങ് ദ കോൺക്കറാണ് മാർവലിൻ്റെ താനോസ് എന്നുള്ള രീതിക്കായിരുന്നു അവർ പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ താനോസ് ലെവലായിട്ടുള്ള ഒരു ത്രെട്ടായിട്ടുള്ള കാങ് ദ കോൺക്കറാണ് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഹൈപ്ഡ് ആയിരുന്നു. എന്നാൽ പടം പോയി കണ്ടപ്പോഴോ ആൻഡ്മാൻ്റെ പടത്തിൽ തന്നെ ആ കാങ് ദ കോൺക്കറിനെ ഡിഫീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഓക്കെ, ഒരു വേരിയൻ്റ് ആണ്. പക്ഷേ എന്നാലും ഈ വേരിയൻസ് ആയിട്ടുള്ള കാങ് ദ കോൺക്രേഴ്സ് ഒരുപാട് പവർഫുള്ളാണ്. മാത്രമല്ല ഉറുമ്പ് കയറി ചാവുന്ന പോലെയൊക്കെയാണ് പുള്ളിനെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ VFX ശരിയാണ്, കുറേ പച്ച മഞ്ഞ നീല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നില്ല. ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഭൂമിയിലൊന്നല്ല നടക്കുന്ന കോണ്ടർ വല്ലത്തിലാണ്. പക്ഷേ എന്നാലും VFX ആണെന്ന് എടുത്ത് കാണിക്കാം. പിന്നെ ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻഡ്മാൻ ആയിട്ടുള്ള പുള്ളി ഒഴുകി കഴിഞ്ഞാൽ വേറെ ആരും വലിയ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ആ ജാനറ്റിനെയാണ്. കാരണം ആ പെണ്ണുമ്പോൾ ഓൾറെഡി എന്തായാലും കോണ്ടർ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ അവൾ എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചിട്ടുള്ളതെന്ന് ഇവിടെ ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ എന്തായാലും ആ തള്ളയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ആൻഡ്മാൻ്റെ മോള് എന്തായാലും ഈ കോണ്ടർ വെള്ളത്തിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കാനും സിഗ്നലൊക്കെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തള്ളയ്ക്ക് പറഞ്ഞാൽ മതി. അവർക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ തന്നെ മതി ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ഈ കോണ്ടർ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ നിൽക്കില്ലായിരുന്നല്ലോ. ആ തള്ളയ്ക്ക് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പടം തന്നെ നടക്കില്ലായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് വരികയാണെങ്കിൽ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ഓൾറെഡി ഉള്ളത്. അതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇനി എന്താവുന്ന ദൈവത്തിന് പോലും അറിയില്ല. കാരണം എല്ലാ കാങ് ദ കോൺക്രേഴ്സും കൂടിയൊക്കെ ആ എക്സൈൽ 1 കൊന്നു, ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് പോരാടണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തായാലും ഇനി വരാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഡോക്ടർ ഡൂമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. സോ ഈ കാങ് ദ കോൺക്രറൊക്കെ പെട്ടിലായിട്ടുണ്ടാവും, പെട്ടിലാക്കുമല്ലോ പുള്ളി. പിന്നെ രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത് ലോക്കി സീസൺ 2ലേക്കുള്ള ഒരു ലീഡായിരുന്നു. അത് അതേപോലെ തന്നെ ലോക്കി സീസൺ 2ൽ എന്തായാലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ലോക്കി സീസൺ 2യുടെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന MCU ആയിട്ട് ആ പടത്തിന് വലിയ ബന്ധമൊന്നുമില്ല. ഓൾറെഡി കാങ് ദ കോൺക്രറിനെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പിൽ ഈ കാങ്ങിനെ നമ്മുടെ ആൻഡ്മാൻ തന്നെ കൊല്ലുന്ന കണ്ടിട്ട് ഇത്രയേ ഉള്ളോ കാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് കാങ്ങിനെ കുറിച്ചുള്ള എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ആ ടൈമിലാണ് ജോണത്തൻ മേജേഴ്സ് കുറേ കേസിലൊക്കെ പെട്ടിട്ട് എന്നാൽ പിന്നെ കാങ്ങിനെ തന്നെ അങ്ങ് തൂക്കിക്കളയാൻ പറഞ്ഞിട്ട് കാങ്ങിനെ തന്നെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. ഇപ്പോൾ ഡൂമായല്ലോ, എന്തായാലും നന്നായി അത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം കൊള്ളാം, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയോ എന്തൊക്കെയോ മൊത്തത്തിലൊരു തകരാറ് പോലെ പടത്തിൽ. പിന്നെ ഈ ഫേസ് 5ലുള്ള അടുത്ത പടമാണ് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 3. ആക്ച്വലി അടുത്ത കാലത്തെന്നല്ല, വൺ ഓഫ് ദ മാർവലിലെ തന്നെ ബെസ്റ്റ് മൂവിയാണ് ഈ പടം. ആക്ച്വലി ഈ ഒരു പടം സക്സസ് ആവാൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് തന്നെ ഇതങ്ങനെ കണക്ഷനായിട്ടോ മൾട്ടിവേഴ്സോ ആയിട്ടോ യാതൊരു ബന്ധമൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. ആക്ച്വലി ബന്ധമൊന്നും ഇല്ല. കാരണം ഇതൊരു സ്റ്റാൻഡ്-അലോൺ പടമായിട്ട് തന്നെ നമുക്ക് ഫീൽ ആവും. അത്രയ്ക്ക് ഇമോഷൻസും ഫ്രണ്ട്ഷിപ്പും എല്ലാം കണക്റ്റഡ് ആയിട്ടായിരിക്കും ഈ പടം തന്നെ വന്നിട്ടുള്ളവ. അതിൽ നമ്മുടെ റോക്കറ്റ് ട്രക്കുണ്ട്, ആ ഫ്ലാഷ് ബാക്കും പുള്ളി അനുഭവിച്ചിട്ടുള്ള ആ ടോർച്ചറും ഒക്കെ ആ ഇമോഷണലി തന്നെ പടത്തിൽ കൺവേ ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ പടം ഇത്രയും ഒരു സക്സസ് ആവാൻ തന്നെ കാരണവും. നമ്മുടെ റോക്കറ്റ് ഉൾപ്പെടെയുള്ള ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഈ പടത്തിനുണ്ടാവും. മാത്രമായിട്ട് ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു റീസെൻ്റ് ആയിട്ടുള്ള മാർവൽ പടങ്ങളിലൊക്കെ സ്ഥിരമായിട്ടൊരു ക്ലീശ സംഭവം ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് വില്ലനെ കൊണ്ടുവന്നിട്ട് മാനസാന്തരം വന്നിട്ട് നന്നാക്കുന്നൊരു പരിപാടി. ആ പരിപാടി എന്തായാലും ഇതിലില്ലായിരുന്നു. അതിനുശേഷം മാർവൽ ഇറക്കിയിട്ടുള്ള ഒരു സീരീസാണ് സീക്രട്ട് ഇൻവേഷൻ. ആക്ച്വലി ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക കുറച്ച് പേരൊക്കെ ഒന്ന് ഹൈപ്ഡ് ആയിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഫാൻഡത്തിൽ തന്നെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ സീക്രട്ട് ഇൻവേഷൻ കോമിക്കിൽ ഒരു വലിയ ഇവൻ്റ് തന്നെയാണ്. അതായത് മാർവലിൽ നമ്മുടെ അവഞ്ചേഴ്സ് ലെവൽ ത്രെട്ടായിട്ടാണ് ഈ സീക്രട്ട് ഇൻവേഷൻ തന്നെ കോമിക്കിൽ നടന്നിട്ടുള്ളത്. അതായത് ഏതവനാണ് സ്ക്രള്ള്, ഏതവനാണ് നോർമൽ അവഞ്ചർ എന്നൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്കും നമ്മുടെ എർത്തുമായിട്ട് സ്ക്രൾസ് ഇൻവേഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. സീരീസിൻ്റെ തുടക്കം തന്നെ ഒക്കെ കൊള്ളാം. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മുടെ മറിയ ഹില്ലിനൊക്കെ കൊന്ന് ഇനി അടുത്ത എന്താണെന്നുള്ള ഒരു രീതിക്ക് കുറച്ച് എൻഗേജിങ് ഒക്കെ ആയിട്ടാണ് സീരീസ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആദ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങിയെങ്കിലും പടം എൻ്റെ ആയത് വളരെ മോശം രീതിക്കായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ പോകെ പടം ഈ സീരീസ് തന്നെ ബോറടിച്ചു തുടങ്ങി.
ഈ സീരീസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ എമിലിയ ക്ലാർക്ക് മാറുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടറിനെ കുറിച്ച് ഒരു അറിവുമില്ല. സംഭവം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എറ്റേണൽസ് എന്ന് പറഞ്ഞ ഒരു പടത്തിൽ മൊത്തം വേൾഡിനെയും തന്നെ ഇല്ലാതാക്കുന്ന ഒരു സെലസ്റ്റിയൽ പൊങ്ങി വന്നായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ലായിരുന്നു. ആ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് കണ്ടപ്പോഴാണ് അതിനൊന്ന് കാണിച്ചു തന്നെ. സോ ഈ പുള്ളിക്കാരത്തേക്ക് ഇനി എവിടെ കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയപ്പെടാം. ലാസ്റ്റ് പുള്ളിക്കാരത്തേക്ക് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ എല്ലാവരുടെ പവേഴ്സും കിട്ടിയിട്ടുണ്ടാവും. ഡ്രാക്സ്, തോർ, നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ, ഹൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ പവേഴ്സും കിട്ടിയിട്ടുണ്ടാവും അവരുടെയൊക്കെ DNA വെച്ചിട്ട്. അങ്ങനെ ഡ്രാക്സിൻ്റെ കയ്യും ക്യാപ്റ്റൻ മാർവലിൻ്റെ പവറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പരിതാപകരമായിരുന്നു VFX ഒക്കെ. ഈ സീരീസിന് ഓൾമോസ്റ്റ് $200 മില്യൺ എങ്ങനെയാണ് ബഡ്ജറ്റ് എന്നൊക്കെ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ 200 മില്യൺ എവിടെയാണ് പോയതെന്നൊന്ന് അറിഞ്ഞൂടാ. കാരണം VFX ഒക്കെ വളരെ മോശമായിരുന്നു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ ടൈമിലാണ് VFX ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഹോളിവുഡിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിലാണ് ഈ സീരീസൊക്കെ ഇറങ്ങുന്നത്. സോ ആ ഒരു പ്രശ്നമൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഈ സീക്രട്ട് ഇൻവേഷൻ മെയിനായിട്ട് കുറച്ച് പേരെങ്കിലും കാണാൻ തന്നെ കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ദ മാർവൽസ് പടം വരാൻ വേണ്ടി പോകുന്നത്. അതിൽ നിക് ഫ്യൂറി വരുന്നുണ്ടെന്ന് ഓൾറെഡി അതിൻ്റെ ട്രെയിലർ മൂലം തന്നെ കൺഫേം ആയിരുന്നു. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടാണ് ഈ സീരീസ് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരുന്നു ഇതിൽ വരുന്ന നിക് ഫ്യൂരിയാണ് അതിൽ വരാൻ പോകുന്നത്. സോ അതും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ഈ പടം ഈ സീരീസ് തന്നെ ഇരുന്ന് കണ്ടത്. എൻ്റെ പൊന്നോ, ആ പടം വേറൊരു സാധനമാണ്. അതിലേക്ക് ഞാൻ വരാം. ഇതൊന്ന് തീർക്കട്ടെ. ചുരുക്കം പറയുകയാണെങ്കിൽ ഇത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എമിലിയ ക്ലാർക്കിനെ ഡൂംസ്ഡേയിൽ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ക്യാപ്റ്റൻ മാർവൽ വരെ കൺഫേം ചെയ്തിട്ടില്ല ഒരു ഡൂംസ്ഡേയിൽ. പിന്നെയാണ് ഇവളെ. ഇത് നമ്മുടെ മൾട്ടിവേഴ്സ് ആയിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല കാര്യമായിട്ട്. പിന്നെ അടുത്തതാണ് നമ്മുടെ ലോക്കി സീസൺ 2. ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒന്നുമില്ല. ദാറ്റ് വൺ ഇസ് ദ ഗോട്ട്. ഇതിൽ മെയിനായിട്ട് പറയാൻ മാത്രമാണെങ്കിൽ നമ്മുടെ ലോക്കിയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതിനെ ഇതിൽ പറയാനുള്ളൂ. അതായത് സെൽഫിഷായിട്ട് ഒരു ത്രോണിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പുള്ളി എല്ലാം. അവസാനം പുള്ളിക്ക് ത്രോണ് കിട്ടി. ബാക്കി പുള്ളി ആ ടൈമിൽ അത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ പുള്ളിക്ക് ഇഷ്ടമുള്ളതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ലോക്കി മാറിക്കഴിഞ്ഞു. ഇനി ലോക്കി സീരീസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സീസൺ 1 സീസൺ 2 ഇരുന്ന് നിങ്ങൾ കാണണം. കണ്ടേ പറ്റൂ. എന്നാലേ ഡൂംസ്ഡേ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവത്തുള്ളൂ. കാരണം ഡോക്ടർ ഡൂം മെയിനായിട്ട് തപ്പി ഇറങ്ങാൻ വേണ്ടി പോകുന്ന തന്നെ ഈ ലോക്കിനെയാണ്. സോ ചുരുക്കം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആയിരുന്നു അത് ലോക്കി. ഇനിയാണ് അടുത്ത നമ്മുടെ ദ മാർവൽസ് പടം. ആക്ച്വലി ഈ പടം അത്രേ പറയാനുള്ളൂ. ആക്ച്വലി ഈ പടം ഫ്ലോപ്പായതിനു ശേഷവും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ക്യാപ്റ്റൻ മാർവൽ 1. പിന്നെ എങ്ങനെയാണ് ആ പടം മാത്രം 1 ബില്യണൊക്കെ അടിച്ചതെന്ന്. ആക്ച്വലി ഇതേപോലെയൊന്നും അല്ലായിരുന്നു. എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു ആ 1. പിന്നെയാണ് എനിക്ക് ആ സംഭവം മനസ്സിലായത്. 1 അത്രയും വലിയൊരു കളക്ഷൻ അടിക്കാൻ തന്നെ കാരണം നമ്മുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിമാണ്. കാരണം ഇൻഫിനിറ്റി വാർ തന്നെ ഒരു ക്ലിഫ് ഹാങ്ങറിലായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഫാൻസ് എല്ലാവരും അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു ഗ്യാപ്പ് ആ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ ക്യാപ്റ്റൻ മാർവൽ പടം തന്നെ ഇറങ്ങുന്നത്. സോ എൻഡ് ഗെയിമിൽ എന്തായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്, അതിൻ്റെ എന്തെങ്കിലും ഒരു ടീസർ പോലെ ഒരു സംഭവം ഈ പടത്തിലുണ്ടാവും. ഇതിലെന്തായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക എല്ലാവരും ഈ പടത്തിന് വേണ്ടി പോയത്. സോ ആ ഒരു കാരണം കൊണ്ടാണ് ഈ പടം അത്രയും വലിയൊരു ഹിറ്റ് അപ്പോൾ ആയത്. ഒന്നാമത് ഈ ഹോളിവുഡിലുള്ള ആർക്കും ഈ ക്യാപ്റ്റൻ മാർവലായിട്ട് അഭിനയിക്കുന്ന ഈ പെണ്ണുമ്പോളെ ഇഷ്ടമല്ല. കാരണം അത്രയും ഫെമിനിസം ചേച്ചി ഛർദ്ദിക്കുന്നുണ്ട്. കാരണം നല്ല രീതിക്കല്ല, വളരെ ടോക്സിക് രീതിക്ക്. പിന്നെ ഈ പടത്തിലേക്ക് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ പിന്നെ ആ കമലാഖാനെ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. കാരണം പുള്ളിക്കാരത്തി മാത്രമേ കുറച്ചൊരു ചാർമിങ് എനർജറ്റിക് ആയിട്ടൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ. ഇതിൽ സിംഗിങ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേൾഡ് ഉണ്ട്. എൻ്റെ പൊന്നോ, എന്തൊക്കെയാണാവോ ഇതിൽ പടത്തിൽ കാണിച്ചു വെച്ചേക്കണത്. ഇതിൽ മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണെങ്കിൽ നമ്മുടെ മോണിക്ക റാംബോ വേറൊരു യൂണിവേഴ്സിൽ പോയി പെടുന്നതും അവിടെ നമ്മുടെ എക്സ്മെനിലെ ബീസ്റ്റിനൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു യൂണിവേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡൂംസ്ഡേയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന എക്സ്മെൻ യൂണിവേഴ്സൊക്കെ. സോ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രം നിങ്ങൾ വല്ല യൂട്യൂബിൽ എങ്ങനെ ഉണ്ടാവും, അതിൽ ഇത് കണ്ടോ. ഈ പടം ഒന്നും കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇതിൽ കാണിച്ചിരിക്കുന്ന നിക് ഫ്യൂരിയും ആ സീക്രട്ട് ഇൻവേഷനിൽ കാണിച്ചിരിക്കുന്ന നിക് ഫ്യൂരിയും തമ്മിൽ ആനയും ഒട്ടകവും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. കാരണം ആ സീക്രട്ട് ഇൻവേഷനിൽ അത്രയും സീരിയസ് ആൻഡ് ഡാർക്ക് ടോണിലുള്ള ഒരു നിക് ഫ്യൂറിനെ കാണിച്ചിട്ട് ഇവിടെ ഒരുമാതിരി ചൈൽഡിഷ് ആൻഡ് വല്ല ഭയങ്കര ചിരിച്ച് കളിച്ചിരിക്കുന്ന ഒരു നിക് ഫ്യൂറിനെ എനിക്ക് കാണിച്ചിട്ടുണ്ടാവുക. എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു ക്യാരക്ടർ ഇങ്ങനെ മാറി. വലിയ ടൈം ഡിഫറൻസ് ഒന്നും ഇത് രണ്ടും തമ്മിലില്ല. എന്തോ. പിന്നെ ഉള്ളത് ഒരു സീരീസാണ് എക്കോ. ആക്ച്വലി ഈ സീരീസിൻ്റെ മൊത്തം എപ്പിസോഡ്സ് ഒറ്റ ദിവസം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. കാരണം മാർവലിൽ തന്നെ അറിയാം. കാരണം ഇങ്ങനെ എപ്പിസോഡ് ആഴ്ചയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ ആൾക്കാരൊന്നും വന്ന് കാണാൻ പോകില്ലെന്ന്. കാരണം അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടറൊന്നുമല്ല, അത്രയ്ക്ക് ഫേമുള്ളൊരു ക്യാരക്ടറും അല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇവന്മാർ ഇങ്ങനെ ഒരു സാധനം ഇറക്കിയത്. അത് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം സീരീസൊക്കെ കൊള്ളാം, ഓക്കെ, നല്ല ആക്ഷൻ പാക്ഡാണ്. നമ്മുടെ കിങ് പിന്നെയൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. കൊള്ളാം പടം, കൊള്ളാം സീരീസ്, കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ഡെയർ ഡെവലുമായിട്ട് എന്തെങ്കിലും കണക്ഷനോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സായിട്ട് ആയിട്ടൊരു കണക്ഷനോ ഒന്നും തന്നെ ഇല്ല.
വെറുതെ കണ്ടിരിക്കുക, അങ്ങനെ ഒരു സാധനം അത്ര തന്നെ. എന്തായാലും എടുത്തും പോയി റിലീസ് ചെയ്യാനും പറ്റത്തില്ല, അതുകൊണ്ട് മൊത്തം ഒരു ദിവസം തന്നെ അങ്ങ് ഇറക്കി വിട്ടു. കാരണം ഇവർക്കറിയാം ഇങ്ങനെ മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരുത്തനും വന്ന് കാണാൻ പോകണില്ലാന്ന്. അങ്ങനെ ഒരു ദിവസമെങ്കിലും എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടതുപോലെയുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് വരുന്നത്, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. ആക്ച്വലി മാർവൽ നമ്മുടെ ഇങ്ങനെ കുത്തനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫേസിൽ മാർവലിനെ കുത്തി നിർത്താൻ വേണ്ടിയിട്ട് വന്നൊരു പടമാണ് നമ്മുടെ ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. പടത്തിൻ്റെ ഇനീഷ്യൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളപ്പോൾ തന്നെ നമ്മുടെ റയൻ റൊണാൾഡ്സും വൂൾവറിനും നമ്മുടെ ഹ്യൂ ജാക്ക്മാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഗൻ ഓൾറെഡി നമ്മുടെ ലോഗൻ മൂവിയിൽ ഒരു സെൻഡ് ഓഫ് കൊടുത്തു കഴിഞ്ഞു. വീണ്ടും ആ ക്യാരക്ടറിനെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ആ സെൻഡ് ഓഫിനെ മാനം കെടുത്തില്ല എന്നൊക്കെ ഒരുപാട് ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഓൾറെഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഗനിൽ മരിച്ചത് സത്യമാണ്, അതങ്ങനെ തന്നെയാണ്, ഇവരതിൽ തൊടാൻ പോകുന്നില്ല എന്ന്. എക്സാക്ട് അതുപോലെ തന്നെയാണ് പടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ലോഗനിൽ മരിച്ചു, അതെന്തായാലും ഇവർ തൊട്ടിട്ടില്ല. കാരണം ആ യൂണിവേഴ്സ് അല്ല നമ്മുടെ ഈ വൂൾവറിൻ വന്നിരിക്കുന്നത്. ഈ വൂൾവറിൻ വേറെ ഏതോ യൂണിവേഴ്സിലുള്ള ഒരു വൂൾവറിനാണ്. ഈ പടം ഇത്രയും സക്സസ് ആവാൻ തന്നെ കാരണം ഇതിലെ കോമ്പിനേഷനാണ്. കാരണം ഡെഡ്പൂൾ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയി നിൽക്കുന്ന ആ ടൈമിൽ നമ്മുടെ വൂൾവറിൻ എപ്പോൾ നോക്കിയാലും എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം കോപിതനായിരിക്കും. ഈ പടത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഈ രണ്ടുപേരും അവരുടെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. കാരണം എന്തിനോ വേണ്ടി ജീവിക്കുന്നു, അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി ജീവിച്ചാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അതാണ് ഈ പടം മൊത്തത്തിൽ. സോ ചുരുക്കം പറയുകയാണെങ്കിൽ കിടിലം പടം, കുറ്റം പറയാനൊന്നുമില്ല. ക്യാമിയോസിനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതിന് മുമ്പുള്ള പടത്തിലൊക്കെ നമ്മൾ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്യാമിയോസിൻ്റെ ഘോഷയാത്രയാണ്. പക്ഷേ നമ്മുടെ അവഞ്ചേഴ്സിനൊന്നല്ല, നമ്മുടെ ഡെഡ്പൂളിൻ്റെ തന്നെ പല വേരിയൻസും നമ്മുടെ ഈ വൂൾവറിൻ്റെ തന്നെ പല വേരിയൻസിനൊക്കെ കാണിച്ചിട്ടുള്ള ആ ഫോക്സ് യൂണിവേഴ്സിനെയാണ് മെയിനായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത് തന്നെ. നമ്മുടെ ഹ്യൂമൻ ടോർച്ചായിട്ട് നമ്മുടെ ക്രിസ് ഇവാൻസിനെയൊക്കെ കൊണ്ടുവന്ന് അത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന്. പക്ഷേ എന്നാൽ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു, പക്ഷേ കൊള്ളായിരുന്നു. പിന്നെ ഉള്ളത് ഒരു സീരീസാണ് അഗാധ ഓൾ അലോൺ. ആക്ച്വലി ഞാൻ ഈ സീരീസ് കണ്ടിട്ടില്ലായിരുന്നു. ഈ സീരീസ് ഞാൻ കാണാൻ തന്നെ കാരണം വാട്ടിഫാണ്. കാരണം വാട്ടിഫിൽ ഒരു എപ്പിസോഡിൽ നമ്മുടെ മ്യൂസിക് അഗാധ എന്ന് പറഞ്ഞിട്ടെങ്ങാണ്ടുള്ള ഒരു ഡാൻസിങ് അഗാധ എന്നൊക്കെ പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിൽ മൊത്തം ആ സെലസ്റ്റിയലിൻ്റെ പവേഴ്സ് എടുത്തിട്ട് അഗാധ ഹാർക്നസ് മൊത്തം ഒരു സെലസ്റ്റിയലായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. അതായത് നമ്മുടെ ആരഷുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു സീനൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത്, ഇവൾ ഇത്രയൊക്കെ പവർഫുൾ ആണോ, എന്നാൽ പിന്നെ ആ സീരീസിൽ എന്ത് അപരാധമാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സീരീസ് തന്നെ ഇരുന്ന് കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് തോന്നി നന്നായി, ആ വാട്ടിഫിൻ്റെ ആ എപ്പിസോഡ് പോലും കാണാതിരുന്നാൽ മതിയായിരുന്നു, ഈ സാമാനം വന്ന് കാണേണ്ടി വരില്ലല്ലോ എന്ന് ആലോചിച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ 3-4 എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ആ സാമാനം നിർത്തി. കാരണം ഭയങ്കര ബോറായിരുന്നു. കാരണം ആ എക്കോ ഒക്കെ പോലെ ഒരു ലോ ബഡ്ജറ്റിലാണ് ഈ സീരീസ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വലിയ ബഡ്ജറ്റൊന്നും മുടക്കിയ പോലെ ഇല്ല. മാത്രമല്ല ഇത് മൾട്ടിവേഴ്സ് ആകെയായിട്ടും വലിയ കണക്ഷനും ഇല്ല. വലിയ കണക്ഷൻ എന്നല്ല, ഒരു കണക്ഷനും ഇല്ല. നമ്മുടെ മാർവലിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനേ ഇല്ലാത്തൊരു സീരീസാണിത്. അതായത് ഇതിന് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസേ ഇല്ല. സോ കാണേണ്ട വലിയ കാര്യമൊന്നും ഇല്ല, വലിയ ഗുണമൊന്നുമില്ല സാധനം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ്. ആക്ച്വലി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് സാം വിൽസന് കൊടുത്തതിന് ശേഷം പുള്ളിയാണ് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക. അങ്ങനെ പുള്ളിയാണ് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പടം ഇറക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സത്യം പറയുകയാണെങ്കിൽ സാം വിൽസൺ, അതായത് നമ്മുടെ ഫാൽക്കൺ ക്യാപ്റ്റൻ്റെ ഷീൽഡും കൊണ്ട് പറക്കുന്ന പോലെ നമുക്കെല്ലാവർക്കും തോന്നത്തുള്ളൂ. ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ തന്നെ കാരണം പുള്ളി ആ ഷീൽഡിലുള്ളതുകൊണ്ടല്ല, പുള്ളിയുടെ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ നമുക്ക് ഈ സാം വിൽസണിൽ കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഫാൽക്കണെ കാണാൻ പറ്റുള്ളൂ, ക്യാപ്റ്റൻ അമേരിക്കനെ കാണാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ മോശം പരിപാടിയായിരുന്നു നമ്മുടെ റെഡ് ഹൾക്കിനെ വെറുതെ കൊണ്ടുവന്ന് വെറുതെ അങ്ങ് അടിച്ചു, വെറുതെ അങ്ങ് ഇല്ല. അതായത് റെഡ് ഹൾക്കിനെയൊക്കെ സംസാരിച്ച് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നേരെയാക്കുന്നു. അതായത് സ്ഥിരം ക്ലീശിയ പരിപാടി തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. വില്ലനെ പറഞ്ഞ് സംസാരിച്ച് നന്നാക്കുന്നത്. അതിനുശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എങ്ങാനുണ്ട് നമ്മുടെ ലീഡർ വന്നിട്ട് എന്തോ ഒന്ന് വരുന്നുണ്ട് പ്രിപ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് പുള്ളി മൾട്ടിവേഴ്സിലുള്ള ആ വാറിനെ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് ഡൂംസ്റ്റേ ആണോ കാങ് ഡൈനസ്റ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൂംസ്റ്റേ ആണ്, വേറെ ഒന്നുമല്ല. ഈ പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായി പടം പാളിപ്പോകുന്നു. പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല, കാരണം കടം അത്ര ഫ്ലോപ്പായിട്ട് പാളിപ്പോയി. ചുമ്മാ ഇനി അങ്ങോട്ട് ഇവനാണ് ക്യാപ്റ്റൻ അമേരിക്ക, എല്ലാവരും പിടിച്ചോ വെച്ചോ എന്നുള്ളൊരു രീതിക്ക് വെച്ച പോലെയുണ്ട്. പക്ഷേ ഇനി അത് മാറ്റി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വന്നാൽ ആ ഡൂംസ്റ്റേയിൽ തിരിച്ചു വരാൻ പോവാ പുള്ളി. അണ്ണൻ്റെ ചട്ടിയൊക്കെ മര്യാദയ്ക്ക് വന്നവരെ തിരിച്ചു കൊടുത്തോണ്ടോ പന്നി. പിന്നെ നമ്മുടെ തണ്ടർ ബോൾട്സ്. ആക്ച്വലി ഇത് ഒരു നല്ല പടം തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ലൊരു ക്രിട്ടിക്സ് റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ള കുറേ കാലത്തിന് ശേഷമുള്ള നമ്മുടെ മാർവലിൻ്റെ ഒരു പടമാണ്. ഈ പടം നിങ്ങൾ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ഇതിലൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം മൊത്തം പടത്തിൽ തന്നെ നമ്മുടെ സെൻട്രീനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെൻട്രിക്കൊക്കെ മെയിനായിട്ടുള്ള ഒരു റോൾ നമ്മുടെ ഡൂംസ്റ്റേയിലും ഉണ്ട്. സോ എന്തായാലും നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സ് ഫോമായിട്ട് ആ ന്യൂ അവഞ്ചേഴ്സിൻ്റെ പേരിൽ നമ്മുടെ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക ഒരു കോപ്പിറൈറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അത് പടത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് അതിലും വലുത്. കാരണം നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ ഇവരുടെ യൂണിവേഴ്സിലേക്ക് എൻ്റർ ആവുന്ന പോലെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ
എവറിത്തിങ് ഈസ് കണക്റ്റഡ്. സോ ഈ പടം കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പടമാണ്, കണ്ടിരിക്കണം. പിന്നുള്ളൊരു സാധനമാണ് അയൺ ഹാർട്ട്. എൻ്റെ പൊന്നോ, ആ സീരീസ് ആരും കാണണ്ട, എനിക്കിഷ്ടമല്ല ആ സാധനം. ഈ പെണ്ണുമ്പോൾ ആ സീരീസിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ആ ടോണി സ്റ്റാർക്കിന് പൈസ ഉള്ളതുകൊണ്ടാണ് പുള്ളി അയൺമാൻ ആയതെന്ന്. അവൾ മറ്റേ ഡയലോഗ് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഇവൾ നല്ല പുള്ളിയാണോ? അതുമല്ല, പൈസയ്ക്കും ആ സൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ കൊള്ളരുതായ്മയും ചെയ്യും. കള്ളക്കടത്ത് പോവും, കൊള്ളയടിക്കും, മോഷ്ടിക്കും, തമ്മിത്തെല്ലാം പോവും, എല്ലാത്തിനും പോവും ചെയ്യും ഇവൾ. എന്നിട്ട് ഇവളാണ് നമ്മുടെ അയൺമാനെ കുറ്റം പറയുന്നത്. ഇതിൽ നമ്മുടെ മെഫിസ്റ്റോനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനും മെയിനായിട്ട് ടെക് വേഴ്സസ് മാജിക് എന്നുള്ള രീതിക്കാണ് ഈ സീരീസ് തന്നെ പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ അതിന് മാത്രം ടെക് വേഴ്സസ് മാജിക് എന്നൊന്നും ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫൈറ്റ് ഉണ്ട് നമ്മുടെ ഹുഡും ഈ അയൺ ഹാർട്ടൊക്കെ തമ്മിൽ, പക്ഷേ അതും വലിയ ഗുണമൊന്നും ഇല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫേസ് 5 ഞാൻ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ പടങ്ങളും വലുതായിട്ട് മാർവൽ മൾട്ടിവേഴ്സുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. മൾട്ടിവേഴ്സ് ആകാമെന്ന് പറയുമ്പോൾ തന്നെ മൾട്ടിവേഴ്സുമായിട്ട് മൊത്തത്തിലൊരു കണക്ഷൻ ഉണ്ടാക്കണം. എന്നാൽ ഒരു മൾട്ടിവേഴ്സുമായിട്ടുള്ള കണക്ഷനും ഇതിലുള്ള ഒട്ടുമിക്ക പടങ്ങളും സീരീസുകളും തമ്മിലില്ല. കുറേയൊക്കെ സ്റ്റാൻഡ് അലോൺസ് ആണ്, കുറേയൊക്കെ എന്തിനാണ് ഇറക്കിയെന്ന് മാർവലിന് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും അങ്ങ് ഇറക്കി വിട്ടേക്കുക. അതായത് എൻഡ് ഗെയിമിന് ശേഷം ഒരു അപ്പ് ആൻഡ് ഡൗൺ പോലെയാണ് ഇപ്പോൾ മാർവൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 10 ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു 2 ഹിറ്റ് വരും, ഒരു 5 ഫ്ലോപ്പ് കഴിഞ്ഞാൽ ഒരു ഹിറ്റ് വരും. അങ്ങനെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ. സോ ഇത്രയും പടങ്ങളും സീരീസുകളാണ് മാർവലിൻ്റെ ഫേസ് 5 വന്നിട്ടുള്ളത്. ഫേസ് 4 ഇതിനേക്കാളും വലിയ അപരാധങ്ങളുണ്ട്. അതായത് നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ, അതൊന്നും ഉറപ്പിക്കാതിരിക്കും നല്ലത്. സോ നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫേസ് 4 കുറിച്ചും ഫേസ് 3 കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ഡൂംസ്ഡേയും സീക്രട്ട് വാർസിന് ശേഷം മ്യൂട്ടൻസ് ആകെയാണ് വരാൻ വേണ്ടി പോകുന്നതെന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് മ്യൂട്ടൻസിനെ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മ്യൂട്ടൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മ്യൂട്ടൻസ് ആകാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ അവഞ്ചേഴ്സിൻ്റെ പടം ഇറക്കുമെന്ന് ദൈവത്തിന് അറിയാം. കാരണം മൾട്ടിവേഴ്സ് ആകെയിൽ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേരൊന്നിട്ട് ഇറക്കുന്ന വേറെ ഒന്ന്. ഇനി ആ സാഗയും ആകയിലൊക്കെ നമ്മളിനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് അത് ഇറങ്ങുമ്പോൾ കാണാം. ആദ്യം ആ ഡൂംസ്ഡേ ഒന്ന് ഇറക്കി. ട്രെയിലർ എന്താ ഇവന്മാർ ഇറക്കാത്തത്? ആ ട്രെയിലറെങ്കിലും കണ്ടിട്ടൊന്ന് നിർമ്മതി അടയായിരുന്നു. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.